Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഓക്കെ, നമ്മുടെ ഹൗസ് കീപ്പിംഗ് ചാപ്റ്റർ അവസാനിച്ചു. ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. PDF കയ്യിലില്ലേ എല്ലാവരുടെയും? Okay, ma'am. ഓക്കെ, നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് മിസ് എടുക്കാൻ പോകുന്നത്. ഇത് എന്താ ബോറിംഗ് സബ്ജക്റ്റ് ആണ്, ബോറിംഗ് ചാപ്റ്റർ ആണ് കേട്ടോ. ഫോർമുലാസ്, അതുപോലെ കമ്പോണൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷെ നമുക്ക് കേട്ടിരിക്കാതെ നിവർത്തിയില്ല അല്ലെ, പഠിക്കാതെ നിവർത്തിയില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ 7 നിങ്ങളുടെ കയ്യിൽ എത്രയായി കിടക്കുന്നത്? ചാപ്റ്റർ 1 പേജ് നമ്പർ ഒന്ന് പറയോ? ചാപ്റ്റർ എത്രയാണ്? ചാപ്റ്റർ 7 തന്നെയാണ് അല്ലെ. 48 പേജ് നമ്പർ കേട്ടോ. പേജ് നമ്പർ 48, ചാപ്റ്റർ 7, ക്വാളിറ്റി മാനേജ്മെന്റ്. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ക്വാളിറ്റി? ഓക്കെ, ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താ പറയുന്നത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്നത് എന്താണ്? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താണ്? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, ഇതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. This can be a service. Example, canteen service, a product. Example, wristwatch. എന്താ പറയുന്നത്? ചിലപ്പോ നമ്മളൊരു ക്യാൻറ്റീനിൽ പോകുമ്പോ നിങ്ങൾ പറയാറുണ്ടല്ലേ, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോ അവരുടെ സർവീസ് നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാറ്? എന്തൊക്കെയായിരിക്കാം അവിടെ കാണുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്? ഒരു ക്യാൻറ്റീനിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ ഹോട്ടലിലൊക്കെ പോയിട്ട് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോ നിങ്ങൾ പറയാറുണ്ട് നല്ലതായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? വെരി ഗുഡ് നീറ്റ്നെസ് ആയിരിക്കാം. ഇനി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെ. ഇനി എന്തായിരിക്കാം? അവര് കൊടുക്കുന്ന സർവീസ് ആയിരിക്കാം. വെരി ഗുഡ് ടേസ്റ്റി ഫുഡ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെന്തൊക്കെ പറയാൻ പറ്റും? ടേസ്റ്റി ഫുഡ്. പിന്നെന്താണ്? നല്ല ബിഹേവിയർ അല്ലെ, അവര് നമ്മളോട് കാണിക്കുന്ന നല്ല ബിഹേവിയർ ആയതുകൊണ്ടായിരിക്കാം. പ്രൈസ് അല്ലെ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് അവന് പറ്റാവുന്ന രീതിയിലുള്ള റീസണബിൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട കമന്റ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? നമ്മള് ക്യാൻറ്റീൻ സർവീസിൽ അല്ലെ, ക്യാൻറ്റീൻ സർവീസ് ചിലർ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഒരാള് പറയുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാള് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ക്യാൻറ്റീൻ സർവീസ് ആവുമ്പോ ചിലപ്പോ അവിടെ നീറ്റായി കിടക്കുന്നത് കൊണ്ടായിരിക്കാം, അവര് തരുന്ന ഗുഡ് ക്വാളിറ്റിയുള്ള സർവീസ് കൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് കൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ അവർ നമ്മളോട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം. നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോ അവർ നൽകുന്ന സർവീസ് നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള സർവീസ് ആണെന്ന് പറയാൻ കാരണം അല്ലേ.
അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് റിസ്റ്റ് വാച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോ എന്തായിരിക്കാം നിങ്ങൾ അതിൽ കാണുന്ന ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കാം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം നിങ്ങൾ അതിൽ കാണുന്നത്? ക്വാണ്ടിറ്റി, വാറന്റി, കമ്പനി നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്രാൻഡിങ് അല്ലെ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. മെറ്റീരിയൽസ് എങ്ങനെയാണ് നോക്കാറുണ്ട്. വെരി ഗുഡ്. പിന്നെ ഡ്യൂറബിൾ, ഓക്കെ, ലോങ് ലാസ്റ്റിക് ആണോ എന്നല്ലേ. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ കൊടുക്കുന്ന പണത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ടോ? നോക്കാറുണ്ടോ നിങ്ങള്? അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. നമ്മളൊരു കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന്, പണത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ചിലപ്പോ അത് ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം, അതിന്റെ റാപ്പിംഗ് നോക്കാറുണ്ട് അല്ലെ. നല്ല ക്വാളിറ്റി ഉള്ള റാപ്പിംഗ് ആണോ? അതുപോലെ നമ്മൾ കൊടുക്കുന്ന പൈസക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ബ്രാൻഡിങ് അല്ലെ, ബ്രാൻഡിങ്സ് നോക്കാറുണ്ട്. അതുപോലെ കമ്പനി ഏതാണെന്ന് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആയാലും ഒരു സർവീസ് ആയാലും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോരുത്തരും കാണുന്നത് എന്താണ്? വ്യത്യസ്ത രീതിയിലായിരിക്കാം. നോക്കിയേ, a person's judgment about a service or product relies on what he hopes for it or from it. എന്താ പറയുന്നത്? ഒരു പേഴ്സൺ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിന്റെയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവൻ ഇപ്പോ ഏതിൽ നിന്നാണോ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റ് അവന് ലഭിക്കുന്നുണ്ടോ എന്നതിനനുസരിച്ചിട്ടായിരിക്കും അല്ലെ ക്വാളിറ്റിയെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ഓൺലൈനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ നിങ്ങൾ എന്താണ് ഓൺലൈൻ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ കിട്ടാറുണ്ടോ? ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിച്ചതായിട്ട് ഉണ്ടോ? ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളൊരു തുണി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒക്കെ കാണുമ്പോ നല്ല കളറായിരിക്കാം. ഫോണിലേക്ക് കാണുമ്പോ നമ്മുടെ വീട്ടിലോട്ട് അത് കിട്ടുമ്പോ എന്താണ്, ചിലപ്പോ കളർ മാറാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാകില്ല അല്ലെ. അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ അത് മോശമായി പോകും. ചില എന്താണ്, ഇപ്പോ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് ഒരു ഫ്ലാസ്ക് നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ റിപ്ലൈ അതിനകത്ത് കൊടുത്തിരിക്കും, ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. അയാൾക്ക് കിട്ടിയിരിക്കുന്നത് യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടിയത് യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നൊന്നും നമുക്ക് ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറില്ല. അപ്പോ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം എത്ര നല്ലതാണോ, എത്രത്തോളം നല്ലതാണോ അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതൊരു പക്ഷെ ഒരു സർവീസ് ആവാം, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആവാം. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോടെയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ അതാണ് അവന്റെ ജഡ്ജ്മെന്റ് കൊണ്ട് അവൻ ജഡ്ജ് ചെയ്യുന്നത്. അതിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജഡ്ജ്മെന്റ് വിലയിരുത്തുന്നത് അല്ലെ. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റിയോടെയാണ്. ക്വാളിറ്റി മൂലമാണ് അവൻ ആ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് അവന് കിട്ടുന്നതെങ്കിൽ അവൻ നല്ല രീതിയിലായിരിക്കും വിലയിരുത്തുന്നത് അല്ലെ. ഓക്കെ, some of the words used to explain quality are. ഇനി എന്തൊക്കെയാണ് ക്വാളിറ്റിയെ നമ്മൾ പല രൂപത്തിൽ അല്ലെങ്കിൽ പല വേർഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ചിലപ്പോ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. അട്രാക്ഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാവാം ക്വാളിറ്റിയെ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്, കമന്റിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്യൂറബിലിറ്റി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്
നിലനിൽക്കുന്നത് കൊണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, എന്താണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ടാവാം. ഇനി എന്താണ് ഹെൽത്തി, നല്ല ആരോഗ്യമുള്ളത് കൊണ്ടാവാം. അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി, നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതിനെ നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാറില്ലേ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്വാളിറ്റിയെ പല വേർഡ്സിലാണ് പറയുന്നത്. അടയാളപ്പെടുത്തി വെച്ച് ഇമ്പോർട്ടന്റ് ആണ്. ബ്യൂട്ടിഫുൾ എന്ന് പറയാറുണ്ട്. അതുപോലെ എന്താണ് അട്രാക്റ്റീവ്, ഡ്യൂറബിള്, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡേർഡുകൾ അല്ലെ, പല മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ടാവാം. ഹെൽത്തി, ആരോഗ്യമുള്ളത് കൊണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പണത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലേ. ഇതൊക്കെ എന്താണ് ക്വാളിറ്റിയെ പല വിധത്തിൽ നമ്മൾ പറയുന്ന പേരുകളാണ്. മനസ്സിലായോ? സോ ഓക്കെ ആണോ? നെക്സ്റ്റ് കുഞ്ഞു പാരഗ്രാഫ് മിസ് പറഞ്ഞോട്ടെ. ഇത്ര വരെ ഓക്കെ ആണോ? Next നോക്കിയേ. Though different words are used to describe quality, we would describe it as the extent to which a product or service contains a person or a group, that is, how much satisfaction the person receives from the service. നമ്മൾ പറഞ്ഞു എന്താണ് ക്വാളിറ്റിയെ പല ഡിഫറെന്റ് വേർഡ്സിലും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ക്വാളിറ്റിയെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അവന് കിട്ടുന്ന ആ പ്രൊഡക്റ്റിൽ നിന്ന് അവന് കിട്ടുന്ന അല്ലെങ്കിൽ അവൻ റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാവാം അവൻ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആയിക്കോട്ടെ, എങ്ങനെയാണ് അവൻ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റിൽ നിന്നും അവന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് അവൻ ക്വാളിറ്റിയെ വിലയിരുത്തുന്നത്. മനസ്സിലായോ? അങ്ങനെയല്ലേ? നമ്മളായാലും എന്താണ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എത്രമാത്രം അല്ലെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അവനെ എത്രമാത്രം, നമുക്കായാലും ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചു, നമ്മൾ എത്രമാത്രം അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റിയെ വിലയിരുത്തുന്നത്. മനസ്സിലായോ? അതാണ് വാട്ട് ഈസ് ക്വാളിറ്റി പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്താൻ. ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. അതുപോലെ തന്നെ ക്വാളിറ്റിയെ പല പേരുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചു നോക്കി പാരഗ്രാഫ്. ഇത്രയും പറഞ്ഞത് വാട്ട് ഈസ് ക്വാളിറ്റി. ഇമ്പോർട്ടന്റ് ഫസ്റ്റ് പോയിന്റ്, ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ക്വാളിറ്റി എന്താണ്? അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വേർഡ്സുകളൊക്കെ ഇല്ലേ, ക്വാളിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സ് ബ്യൂട്ടിഫുൾ, ഡ്യൂറബിള്, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. അതൊന്നും ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇത്ര ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ.
വായിച്ചു കഴിഞ്ഞോ? വാട്ട് ഈസ് ക്വാളിറ്റി എന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചോദിച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് എയർ. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ക്വാളിറ്റി എന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റി ഓഫ് എയർ എന്താണ്. ഓക്കെ, when we say quality of air, we mean healthcare activities that we in the medical, nursing, laboratory field, etc. എന്താ പറയുന്നത്? നമ്മള് ഒരു ക്വാളിറ്റി ഓഫ് കെയർ, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ എന്താണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡില് ഈ 3 മേഖലകളിൽ നിന്നും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് കൊടുക്കുന്നതാണ്. മനസ്സിലായോ? ക്വാളിറ്റി ഓഫ് കെയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്സിൽ 3 മേഖലകളിൽ നിന്ന് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങള് കൊടുക്കുക എന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, 3 മേഖലകൾ അല്ലെ? മെഡിക്കല്, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്. ഈ 3 മേഖലകളിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ കൊടുക്കേണ്ടത്? എക്സിക്യൂട്ട് ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യൻസ് വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദം. എന്താണ് ഇത്? ഡെയിലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെ? എങ്ങനെയാ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? പേഷ്യൻസിന് ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ, അവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ വേണം ഈ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് അല്ലെ? എങ്ങനെയാണ് ഡെയിലി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്? പേഷ്യൻസിന് ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ, അവർക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ വേണം ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഓക്കെ, ക്വാളിറ്റി ഓഫ് കെയർ റിക്വയർസ് that we pay attention to the requirements of patient and client. എന്താ പറയുന്നത്? അവിടെ വരുന്ന പേഷ്യൻസിനായാലും ക്ലയൻസിനായാലും എന്താണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത്? നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം അല്ലെ? നല്ല രീതിയിലുള്ള അറ്റൻഷൻ കൊടുത്തുകൊണ്ട് വേണം അവർക്ക് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. We must also use methods that have been verified to be safe, affordable, and can lessen deaths, illness, and disability. എന്താ പറയുന്നത്? ഇനി ഈ പല മെത്തേഡ്സും ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മെത്തേഡ്സ് ആണ്? Use methods that we have been verified to be safe ആയിട്ട് കൊടുക്കാം, അതുപോലെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കണം, അതുപോലെ ഡെത്ത് കുറച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട് അല്ലെ? മരണനിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ എന്താണ്? ഇൽനെസ് കുറയ്ക്കുക, അതുപോലെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വൈകല്യങ്ങളും കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിത് ചെയ്യാനായിട്ട്, ഈ മെത്തേഡ് ചെയ്യാനായിട്ട്. പല വിധത്തിലുള്ള മെത്തേഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. സേഫ് ആയിട്ട് കൊടുക്കണം, അതുപോലെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ്? മരണങ്ങള് നല്ല മരണങ്ങള് കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ബെറ്റർ കെയർ വേണം കൊടുക്കാനായിട്ട് അല്ലെ? നല്ല രീതിയിലുള്ള ബെറ്റർ കെയർ കൊടുക്കുമ്പോൾ എന്താണ്? അവിടെ മരണങ്ങൾ സംഭവിക്കോ? ഇല്ല, കുറയോ അല്ലെ? അതുപോലെ തന്നെ എന്താണ്? രോഗങ്ങളും കുറയ്ക്കുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്, അതുപോലെ പല വൈകല്യങ്ങള് ഉണ്ടാകുന്നത് കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള ബെറ്റർ കെയർ കൊടുക്കുമ്പോൾ വൈകല്യങ്ങൾ കുറയും, രോഗാവസ്ഥകൾ കുറയും, അതുപോലെ ഡെത്തുകൾ കുറയും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ.
ആദ്യം പറഞ്ഞു മെഡിക്കൽ നഴ്സിംഗ് ലബോറട്ടറി ഫീൽഡില് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഡെയിലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? പേഷ്യൻസിന് ദോഷകരമാവാത്ത വിധത്തില് പ്രയോജനകരമാകുന്ന വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ അതിന് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണ്? സേഫ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട് കൊടുക്കണം, അതുപോലെ പ്ലസന്റ് ഡെത്ത്, അതുപോലെ തന്നെ പ്ലസന്റ് ഇൽനെസ്, അതുപോലെ വൈകല്യങ്ങൾ അല്ലെ, ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകല്യങ്ങൾ കുറയ്ക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് പോയിന്റ് നോക്കിയേ. Furthermore, we are expected to practice a state into state standards as laid out by clinical guidelines and protocols. എന്താ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ നൽകുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലും അതുപോലെ മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടത്തേണ്ടത്. മനസ്സിലായോ? കൂടി പറയാം, ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ്? നല്ല രീതിയിലും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടത്തേണ്ടത്. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായോ? ഒക്കെയാണോ? ജോബിക്ക് മാത്രം മനസ്സിലായുള്ള? മിസ് ഇങ്ങനെ ചോദിക്കുമ്പോ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ മിസ്സിന് അറിയാൻ പറ്റില്ല. ഒരാള് മാത്രം യെസ് യെസ് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോന്ന് മിസ്സിന് അറിയാൻ പറ്റില്ല. ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ചെറിയൊരു പാരഗ്രാഫ് നോക്കി. ലാസ്റ്റ് പോയിന്റ് പറയണോ? ലാസ്റ്റ് പോയിന്റ് എന്താണ്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിലും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും സ്റ്റാൻഡേർഡ്സും അതുപോലെ ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ എന്ത് കൊടുക്കേണ്ടത്? പ്രവർത്തനങ്ങൾ അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. ഹോസ്പിറ്റലാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രോട്ടോകോൾസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അവിടെ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കേണ്ടത്. മനസ്സിലായോ? With quality of care, we do the exact things at the exact time. എന്താ പറയുന്നത്? നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് ഏത് ടൈമിലായിരിക്കണം? എക്സാക്ട് ടൈമിൽ അല്ലെ, കറക്റ്റ് ടൈമിൽ അത് കൊടുക്കേണ്ടതാണ്. We check patients promptly, make the right diagnosis and give a apt treatment. ഒരു പേഷ്യന്റ് വരുമ്പോ അതിന് എന്താണ്? കറക്റ്റ് ആയിട്ട് നമ്മള് രോഗനിർണയം നടത്തണം, അതുപോലെ തന്നെ കറക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, ആക്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. അവിടെ പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ ഏത് ടൈമിലാണ് കൊടുക്കേണ്ടത്? എക്സാക്ട് ടൈമിൽ വേണം കൊടുക്കാനായിട്ട്. നോക്കി, അപ്പൊ നെക്സ്റ്റ് സെന്റൻസ് നോക്കി പറയുന്നത്, ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് എന്താണ് രോഗം എന്ന് കറക്റ്റ് ആയിട്ട് രോഗനിർണയം നടത്തുകയും അതുപോലെ തന്നെ അതിന്റെ ആ രോഗനിർണയം നടത്തിയതിനു ശേഷം ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം. അതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? With quality of care, we keep on enhancing our standards of service till excellence is goal. എന്താ പറയുന്നത്? നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കെയറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മികച്ച കെയറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അല്ലെ, ഹോസ്പിറ്റല്
നല്ല നിലവാരമുള്ള ഹോസ്പിറ്റൽ ആണെന്ന് എല്ലാവരും പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ക്വാളിറ്റി ഓഫ് കെയർ നല്ല മികച്ച രീതിയിൽ കൊടുക്കണ്ടേ? എന്നാലല്ലേ ആൾക്കാർ പറയുള്ളൂ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മുടെ ഹോസ്പിറ്റൽ നല്ല നിലവാരത്തോടുകൂടി നിൽക്കുള്ളൂ. ആണോ? ഇങ്ങനെയാണോ? അങ്ങനെയാണോ? ആണ്. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മിസ് പറയണ വെച്ചൊന്ന് കണക്ട് ആക്കി നോക്കാട്ടോ നിങ്ങള്. ഓക്കെ. ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കെയറിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ എന്താ പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, പേഷ്യൻസിന് കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള കെയർ നമ്മൾ എപ്പോഴും അതിന്റെ ക്വാളിറ്റി, അവർക്ക് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി ഉയർത്തിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ഒന്നുകൂടി മിസ് പറയാം, ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ക്വാളിറ്റി ഓഫ് കെയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 മേഖലകളിൽ അല്ലെ, മെഡിക്കല്, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ്. ഈ 3 മേഖലകളിലും എന്താണ് ആരോഗ്യ പ്രവർത്തന സംരക്ഷണങ്ങള് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ. ഇനി ഡെയിലി നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഡെയിലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അവർക്ക് ദോഷകരമാവാത്ത വിധത്തില്, അവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിന് കുറച്ച് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ്: സേഫ് ആയിട്ട് കൊടുക്കുക, അഫോർഡബിൾ ആവുന്ന രീതിയിൽ, അതുപോലെ ഡെത്ത് കുറച്ചുകൊണ്ട്, ഇൽനെസ് കുറച്ചുകൊണ്ട്, ഡിസേബിലിറ്റി കുറച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ട്. പിന്നെ എന്താ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലും പെരുമാറ്റച്ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മള് നിലവാരമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താനായിട്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് കെയർ ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് എക്സാക്ട് ടൈമിൽ, കറക്റ്റ് ടൈമിൽ കൊടുക്കണം അല്ലെ. എങ്ങനെയാണ്? അവൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്ത് രോഗനിർണയം നടത്തി ആ രോഗത്തിന് വേണ്ട ആക്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം നമ്മള് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മികച്ച രീതിയിലേക്ക് എത്തണമെങ്കിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല നിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തുക. മനസ്സിലായോ? ഇനി ഒന്ന് വായിച്ചു നോക്കി ആ പാരഗ്രാഫ്.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലാവാത്തവരുണ്ടോ? മിസ്സിനെ ചോദിക്കുന്നതേ ഈ ചാപ്റ്ററിൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണോ? 2 പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ. ഇനി കമ്പോണൻസ് എടുത്തോട്ടെ. ഓക്കെ. Components of quality health services. Okay. Quality health services has many parts. We should understand this in order to refine quality of care. The parts are listed in the box below. We shall look briefly at each of the parts. എന്താ പറയുന്നത്? Quality of health care സർവീസിന് കുറെ പാർട്സുകൾ ഉണ്ട്. അപ്പോ അതിന്റെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വാളിറ്റി ഓഫ് കെയറിന്റെ കമ്പോണൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നമുക്കൊരു 9 കമ്പോണൻസ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ആണ് ആക്സസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസ് പ്രവേശനം. ഓക്കെ. ഇനി എന്താണ്? ടെക്നിക്കൽ കോമ്പിറ്റൻസ്. എന്തായിരിക്കും ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല്? സാങ്കേതിക കഴിവ്. ആക്സസ് പ്രവേശനം, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ഇക്വിറ്റി എന്താ? ഇക്വിറ്റി സമത്വം. ഇക്വിറ്റി സമത്വം. അതുപോലെ നെക്സ്റ്റ് ആണ് ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇഫക്റ്റീവ്നെസ് എന്താണ്? ഇഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി പഠിച്ചിട്ടില്ലേ നമ്മള്? എഫിഷ്യൻസി. നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി. എന്താണത്? കാര്യക്ഷമത. കണ്ടിന്യൂറ്റി അറിയാലോ? എന്താ കണ്ടിന്യൂറ്റി? കണ്ടിന്യൂറ്റി എന്താ? തുടർച്ച. വെരി ഗുഡ്. സേഫ്റ്റി അറിയാലോ? സേഫ്റ്റി സുരക്ഷ. ഓക്കെ. ഇനി എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻസ്. എന്തായിരിക്കാം? ഇന്റർപേഴ്സണൽ റിലേഷൻസ് വ്യക്തി ബന്ധങ്ങൾ. ഓക്കെ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് മീൻസ് വ്യക്തി ബന്ധങ്ങൾ. കമ്മ്യൂണിറ്റീസ് എന്താ? കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസ് എന്താ? കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കേട്ടോ. കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ. ഓക്കെ. ഇനി ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ആക്സസ് ടു സർവീസ്. ആക്സസ് ടു സർവീസ് എന്ന് വെച്ചാല് സർവീസിലേക്കുള്ള പ്രവേശനം. Everyone should have an entry to quality health care. ഓരോ പേഴ്സൺ അല്ലെ, എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവേശനമുണ്ട് അല്ലെ. എല്ലാവർക്കും ക്വാളിറ്റി കെയർ കിട്ടാനുള്ള പ്രവേശനം അല്ലെ. ഹോസ്പിറ്റലിലോട്ട് വന്ന് ആ സർവീസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് നേടാനായിട്ടുള്ള ഒരു എന്തുണ്ട്? എബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെന്റൻസിലുണ്ട് entry refers to the ability of the individual to obtain health service. Some of the factors that can affect entry are. Entry എന്താണ് ഉദ്ദേശിക്കുന്നത്? entry എന്ന് പറഞ്ഞാല് refers to the ability of the individual to obtain health services. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഇമ്പോർട്ടന്റ് ആണ്. entry എന്താണെന്ന് ചോദിക്കാം. entry എന്ന് പറഞ്ഞാല് refers to the ability of the individual to obtain health services. എന്താണ്?
ഒരു ഹെൽത്ത് സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു ഹെൽത്ത് കെയർ സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താണ് അസിസ്റ്റീവ് സർവീസിൽ പഠിച്ചത്? നമ്മള് എല്ലാ പേഴ്സണും ഹെൽത്ത് കെയർ ലഭിക്കാനായിട്ടുള്ള അവകാശമുണ്ട് അല്ലെ? അതുപോലെ തന്നെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? refers to the ability of the individual to obtain health services. ഹെൽത്ത് സർവീസസിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസ് നേടാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഇനി അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കിയേ. Example, where a health facility is situated far away or it is difficult to get transport to the facility, access to quality health care become a problem. എന്താണ്? ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആണല്ലേ ക്വാളിറ്റി കെയർ കിട്ടാനായിട്ട്. നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് ഡിസ്റ്റൻസിൽ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പോൾ നമ്മളിപ്പോ ഒരു സീരിയസ് ആയിട്ട് ഒരു പേഴ്സണെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നില്ലേ? ആണോ? ഇങ്ങനെയാണോ ചെയ്യാറ്? അല്ലെ? നമ്മൾ കൊണ്ടു ചെല്ലുന്ന ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള സർവീസ് ഇല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെ അവര് റെഫർ ചെയ്യും അല്ലെ? അതൊരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ എന്താണ്? സീരിയസ് ആയിട്ട് ഒരു പേഴ്സണെ കൊണ്ടുപോകുമ്പോ അവിടെ എന്താണ്? അയാൾക്ക് ആ ട്രാൻസ്പോർട്ടേഷനില് കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തില് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ ഹെൽത്ത് ഡിഫിക്കൽറ്റീസ് മൂലം എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഡിസ്റ്റൻസിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് മറ്റു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് പ്രോബ്ലംസ് നല്ല സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോ ഇതാണ് ഡിസ്റ്റൻസിൽ വരുന്ന പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ. നമുക്കറിയാലോ. എക്സാമ്പിൾ, people cannot pay for the service rendered. അല്ലെ? എന്താണ്? സർവീസിന് അല്ലെ? സർവീസ് കൊടുക്കാനായിട്ട് സർവീസ് അവിടെ ഹോസ്പിറ്റലില് നമുക്ക് ചിലപ്പോ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് പേഴ്സണൽ നല്ല വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് പൈസ അല്ലെ? പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതും എന്താണ്? ഒരു പ്രോബ്ലം ആണ്. പിന്നെ എന്താണ്? കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. The service provided may not be in keeping with the culture, beliefs and values of some people. നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ്? പഴയ കാലം അല്ലെ? അല്ലെങ്കിൽ എന്താണ്? പഴയ കാലത്തുള്ള അമ്മമാരൊക്കെ ഇരിക്കാം. അവരിപ്പോ മോഡേൺ ആയിട്ട് കുറെ രീതികളൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അവര്. അങ്ങനെയല്ലേ? പഴയകാല അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയകാല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? മോഡേൺ രീതികളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ലേ? അപ്പൊ അങ്ങനെ എന്താണ്? കൾച്ചർ സംബന്ധമായിട്ടും ബിലീഫ്സ്. ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. കൾച്ചർ എന്ന് പറഞ്ഞാല് സംസ്കാരം. അതുപോലെ വാല്യൂസ്, മൂല്യങ്ങള്. അപ്പോ എല്ലാം എന്താണ്? ഇവിടെ എന്താണ്? ചില ആളുകള് സംസ്കാരത്തിന്, വിശ്വാസത്തിന്, അതുപോലെ മൂല്യത്തിനൊക്കെ അനുയോജ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഹോസ്പിറ്റൽസ് സർവീസ് നടത്തുന്നതെങ്കിൽ അത് ലഭിക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് അസിസ്റ്റീവ് സർവീസിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് അല്ലെ? നമുക്ക് കൊടുക്കാനായിട്ട് നമ്മള് അവിടെ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അത് പേ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പഴയകാല രീതികൾ പിന്തുടർന്നു പോകുന്ന ആളുകളാകുമ്പോൾ പുതിയ കാല മോഡേൺ രീതികളോട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. മനസ്സിലായോ?
ആക്സസ് ടു സർവീസില് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എൻട്രി എന്താണ്, refers to the ability of the individual to obtain health services. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പേഴ്സണ് ഹെൽത്ത് കെയർ സർവീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ്, ഇതിനെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സർവീസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്, അതിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, കൾച്ചർ, ബിലീഫ്, വാല്യൂസ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ മനസ്സിലാക്കി എടുക്കാനായിട്ട്? ഓക്കെ, സെക്കൻഡ് കമ്പോണന്റ് പറയട്ടെ. സെക്കൻഡ് കമ്പോണന്റ് എളുപ്പമാണ് കേട്ടോ, ടെക്നിക്കൽ കോമ്പിറ്റൻസ്. പറയട്ടെ മിസ്, ഓക്കെ ആണോ? ഡിസ്റ്റൻസ് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞോ? ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞല്ലേ, എൻട്രി പഠിക്കാം, അതുപോലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ടെക്നിക്കൽ കോമ്പിറ്റൻസ് നോക്കിക്കോളൂ കേട്ടോ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് സജസ്റ്റ് that we should have sufficient knowledge and skills to perform our functions in order to provide the quality care. അപ്പൊ എന്താണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല്? ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഉറപ്പാക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ, സൂചകമാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന, അഷ്യൂർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അത്യാവശ്യമാണ് ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്? ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആരൊക്കെ ഉണ്ടാവണം? സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ് ടു പെർഫോം അവർ ഫങ്ഷൻസ്, അല്ലെ? മതിയായ രീതിയിലുള്ള നോളജും സ്കില്ലുകളും ഉള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. ക്വാളിറ്റി കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ രീതിയിലുള്ള, സഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് മതിയായ രീതിയിലുള്ള നോളജും സ്കില്ലുകളും ഉള്ള സ്റ്റാഫുകള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു സൂചകമാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ഇനി
ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മതിയായ രീതിയിലുള്ള നോളജും സ്കില്ലും ഉള്ള സ്റ്റാഫുകള് അവിടെ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ നോക്കിയേ. One must go to a nursing school and pass the nursing examinations before she can work as a nurse. ഇപ്പൊ എന്താണ്, ഒരു നേഴ്സ് ആവാൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ പാസ് ആവണം അല്ലെ. When though we are no longer in school, we have to continue to refine our knowledge by reading health books and attending in service training workshops, etc. ഇനി നമ്മള് നഴ്സിംഗ് സ്കൂളിൽ പോയി പഠിച്ചു, എക്സാമിനേഷൻ പാസ്സായി, നമ്മൾ നേഴ്സായി പുറത്ത് വന്നു അല്ലെ. നേഴ്സായി പുറത്ത് വന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? എക്സാമിനേഷൻ ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഇല്ല. അതിന് നമുക്ക് പ്രാക്ടീസിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് നഴ്സിംഗിനുമായിട്ട് ബന്ധപ്പെട്ട റീഡിങ് ഹെൽത്ത് ബുക്സ്, ഹെൽത്ത് പരമായിട്ടുള്ള ബുക്സുകൾ വായിക്കാം. അതുപോലെ വർക്ക്ഷോപ്പുകൾ അല്ലെ, ട്രെയിനിങ് സർവീസുകൾ കൊടുക്കണം അവൾക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ പേഴ്സൺ അതിനകത്ത് അവരുടെ പ്രൊഫഷനിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവുന്നത്. Since we are health professionals, we should also understand our limits. That is, know what we can do and what we cannot do. With regard to what we cannot do, we are expected to refer them to other centers and personnel who are more proficient in track with them. എന്താ പറയുന്നത്? ഇപ്പോ നമ്മള് എക്സ്പീരിയൻസ് കിട്ടി, കുറച്ച് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തു, ട്രെയിനിങ് ബുക്സ് ഒക്കെ വായിച്ചു, നമുക്കൊരു കുറച്ച് എക്സ്പീരിയൻസ് ആയി നഴ്സിംഗിൽ. അപ്പോ നമ്മളൊരു ജോലിക്ക് കയറി എന്ന് വെച്ചാൽ ജോലിക്ക് കയറി, അപ്പോഴാണ് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. അതിനുശേഷം ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് നമ്മളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്താണ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തണം അവർ. അപ്പോ നമ്മൾ അത്ര പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് എന്താണ് നമ്മുടെ കയ്യിൽ ചിലപ്പോ നിൽക്കില്ല ആ പേഷ്യൻസ്. നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, എന്നിരുന്നാൽ കൂടിയും എന്താണ് നമ്മളുടെ കയ്യിൽ അവരുടെ കണ്ടീഷൻ ചിലപ്പോൾ മോശമാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യും. എവിടേക്ക് സജസ്റ്റ് ചെയ്യുന്നത്? ചിലപ്പോ വേറൊരു ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മളെക്കാട്ടിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ കയ്യിലോട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെയാണോ അല്ലെ? നമ്മളിപ്പോ നമ്മൾ ജോലിക്ക് കയറിയിട്ടുള്ളൂ, നമ്മൾ അത്ര പ്രൊഫഷണലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. എന്നിരുന്നാൽ കൂടി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ ഉറപ്പായിട്ടും എന്താണ് നമ്മളുടെ കാട്ടി പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സണിന് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തില്ലേ? ഇങ്ങനെയാണോ ചെയ്യാറ്? എല്ലാരും അറിഞ്ഞോ? ഓക്കെ. ഇനി എന്താണ്? Our practice should also be controlled by government standards and guidelines. Example, standard treatment guidelines. എന്താ പറയുന്നത്? നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ആയിരിക്കണം. മനസ്സിലായോ? ടെക്നിക്കൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് നോളജും സ്കില്ലും ഉള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് ആണോ? എന്താ പറയണ്ടേ? ലാസ്റ്റ് പോയിന്റ് എന്തെങ്കിലും പറയാം. നല്ലൊരു സർവീസ്, നല്ല ഒരു പേഷ്യന്റ് സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക എന്നത് എങ്ങനെയാണ്? നമ്മള് ശരിയായ രീതിയിൽ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ആവുമ്പോൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം രോഗികൾക്ക് കെയർ കൊടുക്കേണ്ടത്.
ഇനി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടാവണം എന്നാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത്. മതിയായ രീതിയിലുള്ള നോളജ് ഉള്ള സ്റ്റാഫുകള്, സ്കില്ലും ഉള്ള സ്റ്റാഫുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആണോ 2 പോയിന്റും? ആക്സസ് ടു സർവീസസും ടെക്നിക്കൽ കോമ്പറ്റൻസും ആണ് മിസ് എടുത്തത് കേട്ടോ. ഓക്കെ ആണ്? ഡൗട്ട് ഒന്നുമില്ല? ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ മിസ് ഇപ്പൊ പറഞ്ഞു തരാം. ഓക്കെ ആണോ? ഒന്ന് മനസ്സിലെത്തി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ ആണ്? താങ്ക് യു.